സോളോ ട്രിപ്പുകളുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും ഇന്ന് ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതെ ഒരുപാട് ആളുകളെ കൂട്ടി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ഷഹാൻ. നമ്മളൊരു ഫെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 200-250 പേര്. അപ്പൊ അതിൽ പാട്ട് പാടാൻ വേണ്ടി ഹനാനെയും ടീമിനെയൊക്കെ കോൺടാക്ട് ചെയ്തു. മൊത്തം ഫാമിലി ആയിട്ടാണ് വന്നത്. ഈച്ചു അഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈച്ചുവിനെ ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഈ മറക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. നഫീസുമ്മ വന്ന മോളെ കൂടെയാണ് വന്നത്. ആദ്യം പ്രാവശ്യം ആ വീഡിയോ ഒന്ന് വൈറലായി, പിന്നെ അതൊരു നെഗറ്റീവ് വൈറലിലേക്ക് മാറി. ആ വീഡിയോയിൽ ഞാനാ ചോദിക്കുന്നത്, നഫീസുമ്മ എങ്ങനെയുണ്ട്? ആ സമയത്ത് മറ്റേ ആ ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണ്, ഏത് മൂഡ് പൊളിമൂടുള്ള ഡയലോഗ് ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണ്. മണാലി കാശ്മീരൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അനങ്ങി കഴിഞ്ഞാൽ റൊട്ടി, പനീർ ബട്ടർ മസാല, ഇത് മൂന്നിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിന് മാറ്റില്ല. ആരുണ്ടാക്കിയാലും ഏകദേശം ഒരേ ടേസ്റ്റ് ആണ്, നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാം, നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് എന്തുകൊണ്ട് സ്ട്രേഞ്ചേഴ്സിനെ വെച്ച് ചെയ്തുകൂടാന്ന് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനിൽ തുടങ്ങിയ ഒരു സാധനമാണ്. ഗേൾസ് ഓൺലിയാണ് ആദ്യം വെച്ചത്. നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത് ഒന്ന് കോളേജ് ടൈമിലും. ഫ്രണ്ട്സിനെക്കാട്ടും എനിക്ക് കുറെ അനിയന്മാര് അനിയത്തിമാര്, അതിപ്പോൾ ഏജ് കൂടുതലായാലും എനിക്ക് അനിയനും അനിയത്തിയും പോലെയാണ്. എല്ലാവർക്കും ശാന്ത 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 എന്നുള്ള ഒരു സാധനമാണ്. സോളോ ട്രിപ്പുകളുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും ഇന്ന് ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതെ ഒരുപാട് ആളുകളെ കൂട്ടി യാത്ര ചെയ്യുന്ന പറക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ഷഹാൻ. വെൽക്കം ടു വാവ് കൾച്ചർ. ഈ യാത്രകൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിന്റെ പ്രചോദനം എന്താണ്? മനുഷ്യരാകാം, സ്ഥലങ്ങളാകാം, അങ്ങനെ സാഹചര്യങ്ങളാകാം. എന്താണ് ഷഹാനയുടെ പ്രചോദനം? ഇപ്പം നിലവിലിപ്പം സ്ഥലങ്ങളല്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരേ സ്ഥലത്താണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ അടുത്തും കൂടെ കുറെ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ഒരേ സ്ഥലത്ത് തന്നെ പോയി കഴിഞ്ഞാൽ മടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അതിന്റെ കറക്റ്റ് ഉത്തരമാണ് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം. കാരണം ഈ കൂടെ വരുന്ന ആളുകൾ മാറുമ്പോഴാണ് നമ്മൾ ഓരോ യാത്രയും വ്യത്യസ്തമാക്കുന്നത്. അപ്പം ഈ മനുഷ്യരാണ് ശരിക്കും ഇപ്പൊ നിലവില് പ്രചോദനം എങ്ങനെ പോയോണ്ടിരിക്കുന്നത്. കാരണം ഓരോ ട്രിപ്പിൽ നമുക്ക് ഓരോ പുതിയ ആളുകൾ നമ്മളൊരു ലൈഫിലേക്ക് കടന്നു വരിക. അപ്പൊ അങ്ങനെ കിട്ടിയ ആളുകളാണ് ഇപ്പൊ നിലവില് ലൈഫിലുള്ളതും. അപ്പൊ നമുക്ക് വീണ്ടും യാത്ര ചെയ്യാൻ അതൊരു പ്രചോദനം തന്നെയാണല്ലോ. ഈ കോണ്ടാക്ട് ലിസ്റ്റ് ഇങ്ങനെ നീണ്ടോണ്ടിരിക്കുകയാണോ? സത്യമായിട്ടും. കാരണം ഓരോ ട്രിപ്പ് 50 പേര് വെച്ചാണ് ഇങ്ങനെ അധികമാവുന്നത്. 50 പേരിൽ 50 പേരും എപ്പോഴും കൂടെ അല്ലെങ്കിലും അത് എങ്ങനെ ഒരു 10-15 പേരെങ്കിലും ലൈഫിൽ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഈ ട്രിപ്പുകളിൽ ഷഹാനയുടെ റോൾ എന്താണ് പെർഫെക്റ്റ് ആയി? ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഹോസ്റ്റിംഗ് ആണ്. ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഉദാഹരണത്തിന് കാലിക്കറ്റ് നിന്നാണ് ട്രിപ്പ് തുടങ്ങുന്നത് വെച്ചാൽ കാലിക്കറ്റും അവർ തിരിച്ച് കാലിക്കറ്റ് എത്തുന്നത് വരെ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടൂർ കോർഡിനേറ്റർ ആയിട്ടല്ല അവർ നമ്മളെയും കാണുന്നത്. നമ്മളൊരു ഫാമിലി ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിന്റെ മാതിരി ആയിട്ട് മാറുക. ഇനിയിപ്പം കോളേജ് ട്രിപ്പ് ആണെങ്കിൽ ഞാൻ അവരെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറുക. അങ്ങനെയാണ് ഇപ്പോൾ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം ഈസിയാണ്. അവർക്ക് എന്ത് ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. അതിപ്പം നമുക്കൊരു ട്രിപ്പ് ബെറ്റർ ആക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഒരു ഹോസ്റ്റ് എന്നുള്ളൊരു സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. ആൾക്കാരുടെ അടുത്ത് എന്താ പറയുക, ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ട് കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും ഒരു യാത്രയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് അവർ കൂടെ നിന്ന് അവർക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. ശരിക്കും ഈ മലബാറിനെ കുറിച്ച് പൊതുധാരണ എന്ന് പറയുന്നത്, മലബാറിലെ പെൺപിള്ളേർ ഒരു 20-ആം വയസ്സിൽ കല്യാണം കഴിച്ച് ഒരു 25 ആകുന്നേരത്ത് ഒരുപാട് കുട്ടികളുടെ ഉമ്മയായി, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെന്നാണല്ലോ ഇപ്പം മലബാറിലെ പിള്ളേർ ബേസിക്കലി പൊളിയാണല്ലോ. കാര്യം ഇപ്പൊ അഫീദയുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ട്രാവൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ കൊതി തോന്നുന്ന തരത്തിലേക്കുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് മലബാറിലെ പെണ്ണുങ്ങൾ? ഈ നമ്മളെ യാത്രക്ക് പൊതുവെ ഗേൾസ് വരുന്നത് ബോയ്സിനെ സംബന്ധിച്ച് എണ്ണം കുറവാണ്. പക്ഷെ വരുന്ന കുട്ടികളൊക്കെ ഈ ഒരു യാത്രന് അത്രയും വളരെ കാലമായിട്ട് പ്രണയിച്ച്, ഇപ്പം പാരന്റ്സ് വീട്ടിൽ നിന്ന് വിടാത്ത സാഹചര്യം, പല സിറ്റുവേഷനിലും എന്നെ വിളിച്ച് ഞാൻ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ ഉറപ്പിച്ച് ചിലർ പറയാതൊക്കെ വരും. അപ്പൊ നമ്മൾ ആദ്യം അത് വാൺ ചെയ്യാറുണ്ട്, അങ്ങനെ പറയാതെ വരരുത്. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ കഴിയില്ലെന്ന് വെച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ ഞാൻ പറയും, കുട്ടികൾ വിളിക്കുന്ന സമയത്ത് ചോദിക്കും നിങ്ങൾ ഉണ്ടാവോ, അപ്പം അങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാന്ന് പറയും. അപ്പം പാരന്റ്സ് നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പം അവരത്രയും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റാത്തൊരു സാഹചര്യം. ഒറ്റക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെക്കാട്ടി കൂടുതൽ എങ്ങനെയെങ്കിലും യാത്ര പോയാൽ മതി എന്നുള്ള
ആഗ്രഹമുള്ളവരാണ് ചിലപ്പോ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഒറ്റക്ക് പോകാനുള്ള ഒരു പ്രചോദനം ആവുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികളാണ് കൂടുതലായിട്ട് വരില്ല. അപ്പൊ മലബാർ എന്നല്ല, എനിക്ക് തോന്നുന്നു ഗേൾസ് ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ഒരു കുട്ടിയുണ്ട്, ഒരു ഫാത്തിമ എന്ന കുട്ടിയുണ്ട്. നമ്മളാ ഒട്ടുമിക്ക എല്ലാ ട്രിപ്പിനും വരാറുണ്ട്. അപ്പൊ അവളൊക്കെ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നത് അടുത്ത ട്രിപ്പ് എപ്പോഴാണ്. കാശ്മീർ സ്നോ ഉള്ള സമയത്ത് അവള് ഒരു പ്രാവശ്യം വന്നതാ, പിന്നെ വീണ്ടും വരണം സ്നോ ഇല്ലാത്ത സമയത്ത്. അപ്പൊ അങ്ങനെ അതെ 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 പല മുഖങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ അങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. ഈ 50 പേരൊക്കെ ഒരു ട്രിപ്പിൽ ഓപ്പറേറ്റ് ചെയ്ത് വരാൻ നേരത്ത് ബേസിക്കലി പല ആളുകളും പല ഇമോഷനിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും. അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി പലതായിരിക്കാം. അപ്പൊ അതിനെയൊക്കെ ഒരു ഹോസ്റ്റ് എന്ന അർത്ഥത്തിൽ അതിനെയൊക്കെ എങ്ങനെയായിരിക്കുന്നു മാനേജ് ചെയ്യുക? ഇതിന്റെ ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ പറയാറുണ്ട് ഗ്രൂപ്പിൽ, നിങ്ങൾ വരുന്നത് 50 പേര് 50 സ്ഥലത്തു നിന്നാണ്, 50 വീടുകളിൽ നിന്നാണ്. അപ്പം 50 ബിഹേവിയേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളെ ഇമോഷൻ മനസ്സിലാക്കി മറ്റേ ആൾ നിൽക്കാം. അതൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ആദ്യം പറഞ്ഞു കൊടുത്ത് അവരെ മെന്റലി പ്രിപ്പയർഡ് ആക്കിയിട്ടാണ് നമ്മളൊരു യാത്ര തുടങ്ങുക. അപ്പം അതിന്റെ ഒരു ഇതുകൊണ്ടാണെന്നറിയില്ല, ഇപ്പൊ ട്രെയിനിൽ നമ്മൾ ആദ്യം കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയും ട്രിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ട്രിപ്പ് തുടങ്ങുന്നതിന്റെ തലേന്ന് ഭയങ്കര ടെൻഷനാണ്. അത് സത്യം. കാരണം എങ്ങനത്തെ ഒരാൾ മതി. അപ്പൊ എല്ലാരും ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടോളണം എന്നില്ലല്ലോ. അപ്പൊ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഇപ്പൊ അവര് ഇപ്പം നമുക്കത് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നമുക്കും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ സങ്കടമാവും. അപ്പൊ അതൊക്കെ പേടിച്ചിട്ടാ പോവുക. അപ്പം ട്രെയിനിൽ കയറിയ പാടെ നമ്മൾ 50 പേരെയും ഒരു ബോഗി ഒരു ഇതിന്റെ ഉള്ളിൽ ഇരുത്തും. അട്ടിക്കിട്ടായിട്ടായിരിക്കും, പക്ഷെ അവിടെ അവരൊരു ഇക്വാലിറ്റിയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. എല്ലാവരും അങ്ങനെ ഇരുന്നിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് നമുക്കൊരു ഫാമിലി ട്രിപ്പ് പോലാക്കി മാറ്റണം. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇവർ മെന്റലി കുറച്ച് പ്രിപ്പയർഡ് ആവും. പിന്നെയും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ കഴിഞ്ഞ ട്രിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ 1-2 ഇതൊക്കെ എന്ന് വെച്ചാല് ഇന്ന ആൾക്കാർ നമ്മളോട് മിണ്ടുന്നില്ലല്ലോ, അവരോട് മാത്രമല്ലേ മിണ്ടുന്നതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന, അതിപ്പോ യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പക്ഷെ അതൊക്കെ അപ്പൊ ഞാനെന്ന് പറയുമ്പോൾ എങ്ങനെ ചിലർ ട്രിപ്പിൽ ഇപ്പൊ എല്ലാവരുടെ അടുത്തും മാക്സിമം ഒരുപോലെ നിൽക്കാൻ നോക്കും. അപ്പൊ അവർക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മറ്റാളുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സാധനം. അപ്പൊ അങ്ങനെ പറയുന്നോണ്ട് ഇപ്പം എല്ലാവരും എന്നെ ഷാനുത്താന്ന് വിളിക്കുക. അതിപ്പം 60-65 വയസ്സുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഉമ്മമാരിപ്പോ അവർ വന്നു കഴിഞ്ഞാലും എന്നെ ഷാനുത്താന്ന് വിളിക്കുക. ഞാൻ ചോദിക്കും എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നത്. അത് ഏജ് വെച്ചിട്ടല്ല, എല്ലാവരും അങ്ങനെ വിളിക്കുമ്പോൾ അല്ല മെച്ചൂരിറ്റി ഇല്ല. ഒരു ട്രിപ്പ് ക്യാപ്റ്റൻ ആകുമ്പോൾ എല്ലാവരും എന്താണ് വിളിക്കുന്നത് അത് വിളിക്കുമ്പോഴാണ് അവർക്ക് ഒരു ഇതെന്നാ പറയല്. അപ്പൊ അവര് അങ്ങനെ ഷാനത്തെ ഞങ്ങളിവിടെ ഇട്ടോന്നാ പറയാ. ഞാനിങ്ങനെ നോക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കും അതാണ് സന്തോഷം. അവരിപ്പോ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ശെയർ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ കാണുന്നോണ്ടാണല്ലോ. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ട്രിപ്പ് പോകാൻ നേരത്ത് ഏകദേശം ഒരു 3-4-5 പേരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുമ്പോഴാണ്. കാര്യം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇന്നയാള് മറ്റേത് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല, അങ്ങനെ പല ഇതുണ്ടാവും. അപ്പൊ നോർത്ത് ഇന്ത്യ പോലത്തെ ഒരു സ്ഥലത്തേക്കൊക്കെ ചെല്ലാൻ നേരത്ത് നമുക്കറിയാം സ്ട്രീറ്റ് ഫുഡ്സ് ആയിരിക്കാം ഏറ്റവും ടേസ്റ്റി, പല ടൈപ്പ് ആയിരിക്കും. അപ്പൊ അതിനെങ്ങനെയായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുക? നമ്മൾ പാക്കേജ് ആവുന്ന സമയത്ത് നമ്മൾ ഫുഡ് സ്റ്റേ ഉള്ള സ്ഥലത്താണ് അധികം പ്രൊവൈഡ് ചെയ്യാറ്. അപ്പം എന്തായിരിക്കും ഫുഡ് എന്നുള്ളത് ആദ്യം ഞാൻ ട്രിപ്പിന് നമ്മൾ ഇപ്പം ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ ഇതെന്താന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞു കൊടുക്കും. ഫുഡ് ഇങ്ങനെയാണ്, നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ഫുഡ് ഇങ്ങനെ അവൈലബിൾ ആവുള്ളൂ. ആദ്യം നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നത് സ്വന്തം അമ്മനായിരിക്കും, അമ്മ ഉണ്ടാക്കുന്ന ഫുഡായിരിക്കും. അപ്പൊ കുട്ടികള് ട്രെയിനിൽ കയറിയാൽ തന്നെ പറയും എൻ്റെ അമ്മന്റെ പത്തിരിയും ചിക്കൻ കറിയും വേണമെന്ന് ആദ്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മിസ് ചെയ്യാൻ പോകുന്നതൊക്കെ ആയിരിക്കും. പിന്നെ ഡൽഹിയിൽ പിന്നെ മലയാളി ഹോട്ടല് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ കാശ്മീർ മണാലിക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയും. ഇവര് നല്ല നെഗറ്റീവ് അടിച്ച് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം ഇവർക്ക് നല്ല ബിരിയാണി കിട്ടിയ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല നെഗ് അടിച്ചിട്ടാ കൊണ്ടുപോകാൻ. അപ്പൊ ഇവർക്ക് നല്ല അതെ അതെ അതെ. അപ്പൊ ഇവരൊന്നും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷിക്കുമ്പോൾ പക്ഷെ നമ്മളധികം കൊടുക്കൽ കേരള ഫുഡ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെയും ഇപ്പം നോർത്ത് മണാലി കാശ്മീർ ഒക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അനങ്ങി കഴിഞ്ഞാൽ റൊട്ടി, പനീർ ബട്ടർ മസാല, കാരണം മാഗി. കാരണം ഇത് മൂന്നിനും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിന് മാറ്റം. ആരുണ്ടാക്കിയാലും ഏകദേശം ഒരേ ടേസ്റ്റ് ആണ്. നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. ഇപ്പൊ ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിലെത്തിയാൽ എല്ലാവരും ഗ്രൂപ്പിൽ അയക്കുന്ന മെസ്സേജാ പനീർ ബട്ടർ മസാല തിന്ന് മടുത്ത് ഇന്നാണെന്ന് സമാധാനമായിരുന്നില്ല. നമുക്ക് ഡൽഹിയിൽ പൊറോട്ട ബീഫൊക്കെ അവൈലബിൾ ആണ്. അവിടെ ബീഫ് എന്ന് പറയാൻ പറ്റില്ല, പോത്ത് എന്ന് പറയണം. അതൊക്കെ ഒരു രസമാണ്. കാരണം നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും ഷോപ്പ് കയറുമ്പോഴേ ബീഫ് എന്ന് ബീഫ് പറയരുത്, പോത്ത്. അവിടെ ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ കാണാം നമുക്ക് മലയാളി ഹോട്ടലിലായാലും എല്ലാം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, ബീഫ് മാത്രം പോത്ത് എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇവർക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ ഈ ഫുഡ് എന്നുള്ളൊരു ഘടകം മെയിനായിട്ട്
കുറച്ച് എന്റർടൈനിങ് ആണ്. കാരണം ഓരോ ഫുഡ് കഴിച്ചവർ വരുന്നത് അവരുടെ വിചാരം പാക്കേജിലുള്ള ഫുഡ് ആയിരിക്കും ഇങ്ങനെയെന്നാ. അപ്പൊ അവരത് വേണ്ട ഇനി പുറത്തുനിന്ന് കഴിക്കാൻ വെച്ചപ്പോൾ പുറത്ത് പോയി തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ഈ സീനിയർ സിറ്റിസണുമായിട്ട് ട്രാവൽ ചെയ്യാൻ നേരത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അത് ഭയങ്കര രസകരമായിട്ടൊരു ഹോംലി ഫീൽ, നമുക്കും ഒരു അനുഭവം ഉണ്ടാവും. പിന്നെ നമ്മൾ അവരെ ടേക്ക് കെയർ ഒരു കുട്ടിയെ പോലെ നോക്കുകയും ചെയ്യണം. അതെങ്ങനെയായിരിക്കും? ട്രിപ്പിൽ ഏറ്റവും രസം ചെറിയ കുട്ടികളുള്ളതും അപ്പൊ അതുപോലെ നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർ വരുന്നതാണ്. കാരണം ഓൾറെഡി ഏജ്ഡ് ആയിട്ടുള്ളവർ വരുമ്പോൾ അവരെ മക്കൾ വിടുന്നതായിരിക്കും. അധികം കേസിലും മക്കൾ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ അച്ഛനും നമുക്ക് ഇങ്ങനെ പോകണമെന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ വിടുന്നത് ഇതാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നൊക്കെ പറയും. ഇപ്പൊ UK എന്ന് അതുപോലെ തന്നെ US എന്നൊക്കെയാണ് കുട്ടികൾ വിടുന്നത്. കാരണം അവർക്ക് പാരന്റ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അവര്, കാരണം അങ്ങനത്തെ കുട്ടികളെ ശരിക്കും ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം അവര് എങ്ങനെങ്കിലും വിടുന്നുണ്ടല്ലോ. അവർക്ക് പറ്റാത്തത് കാരണം അവര് തിരിച്ചു വരുമ്പോഴേക്കും ഇവർക്ക് ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ അവരതാണ് കൺസേൺ പറയില്ല. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് ഇങ്ങനെ വിടുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ പാരന്റ്സ് വിടുമ്പോൾ അവര് ഏൽപ്പിച്ച സാധനം നമ്മൾ സ്വന്തം മക്കളുമായി, നമ്മളെ കൂടെ വേറെയും കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പം മണാലിയിൽ ജോഗിനി ഫാൾസ് ഒക്കെ ഉണ്ട്. കൂടെ വരുന്ന 60-65 വയസ്സായവരെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മുകളിൽ കയറ്റിയാണ്. മുകളിൽ കയറ്റി കാണുന്ന ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇവര്, കാരണം ഇവരെ ഒരു 10-25 വയസ്സുള്ളവരെ സന്തോഷത്തിനെക്കാട്ടും കൂടുതൽ ഇവർക്കാ സന്തോഷം. കാരണം ഞങ്ങളിത് കയറി ഇവിടെ എത്തിയല്ലോ, ഞങ്ങളിത് കണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മളിപ്പം വയ്യെങ്കിൽ അന്ന് റെസ്റ്റ് എടുത്തോന്നാ പറയല്ലോ. ഇവരെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കൈപിടിച്ച് എങ്ങനെ കയറ്റി കാണിച്ച് സേഫ് ആയിട്ട് ഇറക്കും. പിന്നെ എപ്പോഴും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ബോണ്ടും കിട്ടല് ഈ ഏജ്ഡ് ആയിട്ടുള്ളവർ വരുന്ന സമയത്ത്. അവര് പിന്നീട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഉണ്ട്. ഒരു നീതു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ഇപ്പോഴല്ല, 2-3 വർഷം മുന്നേ എൻ്റെ കൂടെ കാശ്മീർ വിട്ടതാ. അപ്പം അവരെ ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങളെ ഇന്റർനാഷണൽ ട്രിപ്പ് എപ്പോഴാണ്, അല്ലെങ്കിൽ കാശ്മീർ അല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ പറയണം, അച്ഛനെ വിടാനാണ്. രണ്ടുപേരും വന്നത്. ഒരാൾ മിലിറ്ററിയിലായിരുന്നു, എക്സ് മിലിറ്ററി ആണ്. മറ്റേ ആള് ഇങ്ങനെ ഫ്രണ്ടാണ്. അപ്പം ഒരു ആന്റണി ചേട്ടനും സേവിയർ ചേട്ടനും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഇവർക്ക് കുതിരമ്മൽ പോകാൻ പറ്റിയിട്ട് ഞാൻ പോയിട്ടില്ല. ഗസ്റ്റിന്റെ കൂടെ പോകാൻ ഞാൻ ഇവരെ കൂടെ നിന്ന് ഇവരെ ഞാൻ എന്ത് ചെയ്തു, വേറെ ഏരിയ കൊണ്ടുപോയി കാറിൽ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അത് ഭയങ്കര എന്താ പറയുക, എന്റെ ലൈഫിൽ ഞാൻ മറക്കാത്ത കുറച്ച് നിമിഷങ്ങളാണ്. കാരണം അവരെ കൊച്ചുമക്കളെ പോലെ നമ്മളെ നോക്കുക. കാരണം നമ്മളെ മഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ മേത്താകുമ്പോൾ അവർ വന്ന് കെയർ ചെയ്യാൻ നിൽക്കണം. നമുക്ക് ആ ഒരു നമ്മളെ പാരന്റ്സിനൊക്കെ കൂട്ടി ട്രിപ്പ് വരുന്ന ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഈ ഫാമിലി ആയിട്ട് പോവുക, ഒരു ഫുൾ ഫാമിലി ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രിപ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രിപ്പിന് ഉണ്ടാവുക ഫുൾ ഫാമിലി, ടീച്ചേഴ്സ്, പിന്നെ സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസാണ്. അതിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സിന്റെ ഫാമിലി ഉണ്ടാവും. അപ്പം കഴിഞ്ഞ വെക്കേഷനിൽ ഇതേപോലെ കാശ്മീർ ട്രിപ്പിന്, കാശ്മീരായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. മറ്റേ കാശ്മീർ ഒരു വാറ് നടന്നില്ലേ, ആ സമയത്ത് നമ്മളെ ട്രെയിൻ പകുതി ഏകദേശം മുംബൈ ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പം ഇവർ പോകുന്നത് കാശ്മീരൊക്കെ ഫുൾ പാനിക്കായി ഇതായി. ട്രെയിനിൽ നിന്നൊക്കെ ഡിസ്കഷനായി. ഞാൻ പോയിട്ടില്ലായിരുന്നു ആ ട്രിപ്പിന്, ആദ്യം പോയ ട്രിപ്പിന്. അപ്പം ഞാൻ ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ നേരെ മണാലി, കസോള് അതാക്കി. അങ്ങനെ ആക്കിയ സമയത്ത് അപ്പൊ അതിൽ കുറെ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ തൊട്ടടുത്ത ബാച്ച് പോകുന്നുണ്ട്. ഞാൻ പോവാതിരുന്നത് രണ്ടാമത്തെ ബാച്ചിനോട് എനിക്ക് പോകാനായിരുന്നു. അപ്പൊ ആ ബാച്ചിനെയും കൊണ്ട് ഞാൻ പോയ ട്രിപ്പ് പ്ലാൻ ടു ഗോന്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നുണ്ട്. കാരണം അതിൽ ഫുൾ ഫാമിലീസ് ആയിരുന്നു. കാരണം അതിൽ 2-3 ഫാമിലീസിലുള്ള ഉപ്പമാരുണ്ട്, ചെറിയ ചെറിയ മക്കളെ 2-3 മക്കളൊക്കെ ആയിട്ട് വന്നേ. അപ്പൊ അവര് തന്ന സപ്പോർട്ട് എനിക്ക് ഇതുവരെ 5-6 വർഷം ഞാൻ ഈ ഫീൽഡിൽ, പക്ഷെ അവര് തന്നൊരു മെന്റൽ സപ്പോർട്ട്. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് സ്വിച്ച് ചെയ്ത ട്രിപ്പാ. പല കാര്യങ്ങളും ഭയങ്കര ഫേസ് ചെയ്യേണ്ട ഒരു സമയം വന്നിട്ടുണ്ട്. അപ്പം ഒരു കുഴപ്പമില്ല, എന്തുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ നിൽക്കാം അങ്ങനെ കയറട്ടെ. അതെ, നമ്മളിപ്പോ എന്താ പറയാ ഒരു സ്ഥലത്ത് സ്റ്റെക്കായി, അപ്പൊ സമയത്ത് നമുക്ക് റൂമിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ അവിടെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യണം. ഞങ്ങൾക്ക് ആ കിട്ടിയ 2 റൂമാ. അതൊന്നും കുഴപ്പമില്ല, ബോയ്സ് ഒക്കെ റൂം പോട്ടെ, ഗേൾസ് ഒക്കെ റൂം പോട്ടെ. കറക്റ്റ് 25 പേരൊക്കെ അങ്ങനെ സ്പ്ലിറ്റ് ആയി. സംഭവം എല്ലാവരുടെ ബാഗൊക്കെ ഒന്നാ. പക്ഷെ അതൊന്നും അവർക്കൊരു വിഷയമില്ല. നമ്മളൊക്കെ നോക്കി ഇങ്ങനെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, ഇവരിങ്ങനെ വന്നതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഒരു സാധനം. അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. ഈ 50 പേരുമായിട്ട് ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്നൊരു യാത്ര ഉണ്ടല്ലോ, അത് ഭയങ്കര നമ്മൾ ഇമോഷണലി ലോക്കായിട്ട് വരുന്നൊരു സാഹചര്യം. അതിൽ നിന്ന് എങ്ങനെ വീട്ടിലേക്ക് ഷാന പോകും? ഇത് എല്ലാരും ചോദിക്കും, നിങ്ങൾക്ക് എന്താ അടുത്ത ആഴ്ച വേറെ 50 പേര് വരില്ലേ, പിന്നെ എന്തിനാ അത്ര സങ്കടം ചോദിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു 10 ദിവസം നമ്മൾ ഒരേ ആൾക്കാരെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുക. അത് നേരെ മറിച്ച് നമ്മളിപ്പോൾ എവിടെയെങ്കിലും റിസോർട്ട് എടുത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ കിട്ടൂല. അവരെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരെയും അതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ബോണ്ട് വരുന്നൊരു സമയമാണ്. ഈ അവസാനം ട്രെയിനിന്ന് അങ്ങോട്ട് ബായ് പറയുന്നൊരു സമയമുണ്ട്.
തലേന്നൊന്നും ആരും ഉറങ്ങൂല. ഓൾറെഡി ട്രിപ്പിന് പോണതിന്റെ തലേന്ന് ട്രെയിനിൽ കയറുന്ന തലേന്ന് ഇതേമാതിരി ഉറങ്ങാതെ റൂമിലിരുന്ന് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്തിരിക്കും. പിന്നെ ട്രെയിനൊന്നും അതേപോലെ തന്നെയാണ്, തലേന്ന് ആരും ഉറങ്ങാതെ. ട്രെയിനിൽ പിന്നെ കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് എന്നാലും ആദ്യം AC കുറെ ഇരിക്കും, അവിടെ ചീത്തയായിട്ട് CRPF വന്ന് ഓടിക്കുമ്പോൾ സ്ലീപ്പറിലേക്ക് പോകും. അപ്പൊ അങ്ങനെ കുറെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്താൽ എത്തുന്ന ഒരു സമയം ഭയങ്കരതാ. പിന്നെ 2 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ മീറ്റപ്പ് ഒക്കെ നടക്കുക. ട്രിപ്പ് കഴിഞ്ഞ് 2ാം ദിവസം തന്നെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഞാൻ വിചാരിച്ച് ഇപ്പം നമ്മൾ സ്ട്രേഞ്ചേഴ്സ് പോകുമ്പോൾ മാത്രമായിരിക്കും. നോക്കുമ്പോൾ ഞാനൊരു കോളേജ് ട്രിപ്പ് ഇപ്പം അടുത്ത് പോയി, അത് പോയ സമയത്ത് അതിലും പ്രശ്നം. കോളേജ് ട്രിപ്പ് ഒക്കെ പോയിട്ട് ഞാനിപ്പോൾ ഇന്നലെ അവരെ കാണാൻ പോയിട്ടായിരുന്നു. സർപ്രൈസ് ആയിട്ട് അവർ കോളേജിൽ പോയി വിസിറ്റ് ഒക്കെ ചെയ്തു. കാരണം അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല വിചാരിച്ച പോലെ. കാരണം നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് ഇതായി കഴിഞ്ഞാൽ എല്ലാം ബിസിനസ് അല്ലല്ലോ. കാരണം ഈ ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്നത് അത് ബിസിനസ്സും ഇതും നമ്മൾ നല്ല മാറ്റമുണ്ട്. നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ആരായാലും ഭയങ്കര സങ്കടം. അവർക്കും അങ്ങനെ തന്നെ. എല്ലാ ട്രിപ്പും കരച്ചില്ലാണ് എന്തായാലും എന്ത് ചെയ്യാ. തീർച്ചയായും. ഈ ഷഹാനയുടെ ആദ്യത്തെ യാത്ര എങ്ങോട്ടായിരുന്നു? എൻ്റെ ആദ്യത്തെ യാത്ര പറയുകയാണെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോലും വിടാത്തൊരു ചിരിക്കുന്നുണ്ട്. ചിരിച്ചോ ഇല്ലല്ലോ, ചിരിക്കല്ലോ. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോലും വിടല്ലേനു. ആകെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പോയത് ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിടാത്തതുകൊണ്ട് ഇപ്പനോട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരും കൊണ്ടുപോയി, മൈസൂരും കൊണ്ടുപോയി, ഊട്ടിയും കൊണ്ടുപോയി. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഇറങ്ങി, പിന്നെ പിറ്റേന്ന് മോർണിംഗ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. അത്രയും സ്പീഡ് യാത്ര. അപ്പൊ പേരിന് ഞങ്ങളൊന്ന് സത്യം ബാംഗ്ലൂർ ഇറങ്ങി ബസ് ഇറങ്ങി ചായ കുടിച്ച് ഞങ്ങൾ മൈസൂർക്ക് ബസ് കയറി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കോളേജ് പഠിച്ചത് JDT-യിലായിരുന്നു. JDT-യിൽ പഠിച്ചതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ ഇരിക്കാനുള്ള റീസൺ. ഞാൻ JDT പഠിക്കുന്ന സമയത്ത് NSS-ന്റെ ഒരു ഭാരതയാത്ര എന്നൊരു സംഭവമുണ്ട്. NSS-ന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള സ്റ്റുഡൻസിന് പോകാനുള്ളത് ഭാരതയാത്ര. അപ്പം ഞാനതൊന്നും എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കണേ നമുക്കത് പറ്റുമെങ്കിലല്ലേ. അപ്പം അതുകൊണ്ട് ഞാനതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആ ട്രിപ്പിന് എങ്ങനെയൊക്കെ നമ്മളെ NSS-ന്റെ സാറുണ്ട്, സജീർ സാർ, അജയ് സാറ്, ഒരു ഷാഫി സാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവര് പിന്നെ നമ്മളെ ഫ്രണ്ട്സ് നന്നായിട്ട് എന്റെ വീട്ടിലൊക്കെ വന്ന് ചോദിച്ച് സമീപിച്ച് എന്നെ അതിന് കൊണ്ടുപോയി. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് നോർത്ത് ട്രിപ്പ് എന്നും പറയാം. ഈ പറഞ്ഞ മാതിരി ബാംഗ്ലൂർ ഊട്ടിയൊക്കെ വിട്ടിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ്. സത്യം പറഞ്ഞാൽ അന്ന് പോകുമ്പോൾ ഞാൻ പോകുന്നത് രാജസ്ഥാനിലേക്കാണെന്നോ ആഗ്രയിലേക്കാണെന്നോ മണാലിയിലേക്കാണെന്നോ എനിക്ക് അറിയ പോലില്ല. എനിക്ക് ആഗ്രഹം പോലില്ല ഇങ്ങനെ ഒരു മണാലി ഉണ്ട്, മണാലി എനിക്ക് പോകണം എന്നുള്ളത്. ആ ട്രിപ്പിന് പോയി. ആ ട്രിപ്പിൽ ആകെ സുഖമില്ലാതായ ഒരു വ്യക്തി ഞാനാണ്. അങ്ങനെ ആസ്മ പേഷ്യന്റ് ഒക്കെ ആണ്. ആ ട്രിപ്പിൽ ആകെ മണാലി പോയിട്ട് തണുത്ത് വിറച്ച് എനിക്ക് ഒന്നിലും പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല, റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഞാൻ എൻ്റെ സാറോട് പറയുന്നു, സാറ് നോക്കിക്കോളി, ഞാൻ ഇവിടെ വരും, എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് വീഡിയോ അയച്ചു തന്നു. ഞാൻ വെറുതെ പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ. സാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ അന്നത് മനസ്സിൽ വെച്ച് പറഞ്ഞതാണോ എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം 2020 ഡിഗ്രി കഴിഞ്ഞ് അപ്പോഴാണ് ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഫ്രണ്ട്സിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം അൽഹംദുലില്ലാ മണാലി കാശ്മീർ ആയാലും തണുപ്പിൽ പിന്നെ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അസുഖം വരാറുണ്ട് ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ, പക്ഷെ ആ ഒരു തണുപ്പിൽ അങ്ങനെ ഒരു ഓക്സിജൻ കുറയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതെ അതെ സത്യം എനിക്ക് തോന്നുന്നു ബോഡിനെക്കാട്ടിയും മെന്റലി നമ്മൾ, കാരണം എന്റെ കൂടെ 50 പേരുണ്ട്, ഞാൻ അവരെ നോക്കണം. മറ്റത് അങ്ങനെയല്ല, ഞാൻ ഇവരെ കൂടെ പോയ ഈ 200 പേരെ ഞങ്ങൾ അന്ന് യാത്ര പോയത്. 200 പേരിൽ ഒരാളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട്. ആ ഒരു പേടി കൊണ്ട് വന്നൊരു അസുഖമാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഇപ്പൊ ഞാൻ അസുഖം ഉണ്ടെങ്കിൽ ചില സമയത്ത് മിണ്ടാതിരിക്കും. കാരണം ഞാൻ ഇവരെ നോക്കേണ്ടതാണല്ലോ. അപ്പൊ എന്റെ അസുഖമല്ലല്ലോ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വയ്യെങ്കിലും കുറച്ച് സ്ട്രോങ് ആയിട്ട് അങ്ങ് നിൽക്കും. പിന്നെ വയ്യായ്മ എന്നുള്ളൊരു സാധനം ഞാൻ അങ്ങോട്ട് കാര്യമായിട്ടെടുത്ത് ഞാൻ എവിടെയും പോകില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് കാര്യമാക്കാറില്ല. ഈ പാക്കേജ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഏത് ടീമിനെയാണ്, എത്ര പേരെയാണ്, എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എനിക്കിതിന് മുന്നേ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ട്രാവൽ കമ്പനി ഉണ്ടായിരുന്നു, ക്യാമ്പിംഗ് ബൈ കലക്ക് എന്നുള്ള. ഇപ്പോഴും ഉണ്ട്. കലക്ക്. അതെ, കലക്ക് എന്നാണ്. ഇവന്റ് മാനേജ്മെന്റിന്റെ കമ്പനി ഉണ്ട്, ട്രാവൽ കമ്പനി ഉണ്ട്, കലക്ക് എന്ന പേര്. അപ്പൊ അതിലാണ് ഫസ്റ്റ് പോകുന്നത്. ഫസ്റ്റ് ഞാൻ പോകുന്നത് കാശ്മീർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഗേൾസ് ഓൺലി ട്രിപ്പാണ് ഫസ്റ്റ് പോയത്. ഞാൻ ആദ്യം ഗേൾസ് ഓൺലി മാത്രമായിരുന്നു ചെയ്തു തുടങ്ങിയത്. പിന്നെയാണ് സ്വിച്ച് ചെയ്തിട്ട് മിക്സഡിലേക്ക് മാറിയത്. അത് ഞാൻ പറയും, ഞാനിപ്പോ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും സ്ട്രഗിൾ ഉള്ള ഒരു ട്രിപ്പായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിൻ മിസ്സായതല്ല, ട്രെയിൻ ക്യാൻസൽ ആയി പോയി. ആ ട്രെയിൻ ക്യാൻസൽ ആയതിൽ ഞാനും 40-45 ഗേൾസും അല്ലേ, ഗേൾസിന്റെ ഫാമിലി ഒക്കെ ഉണ്ട് സ്റ്റക്കായി. പിന്നെ കുറച്ച് പേര് അങ്ങനെ ടിക്കറ്റ് ഒക്കെ ഒപ്പിച്ച് പോയൊരു ട്രിപ്പാ. അത് മാത്രല്ല കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫുള്ള് സ്നോ കാര്യങ്ങളൊക്കെ വീണ് നമുക്ക് ഓരോ സ്ഥലങ്ങൾ ക്ലോസ് ആയി. അപ്പൊ അവിടെ കയറണമെങ്കിൽ വേറെ വണ്ടി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഒരു ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ടോണ്ടാണോ എന്നറിയില്ല. പിന്നെ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നല്ല ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഈ ഇപ്പൊ 50 പേരിൽ പല ആളുകളും പല ടൈം ഇതായിരിക്കും, ഷെഡ്യൂൾ ആയിരിക്കും. അതായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ഒരു ഹോസ്റ്റ് നേരിടുന്ന. ഞാൻ ആദ്യം ട്രിപ്പ് തുടങ്ങുമ്പോൾ അവരോട് പറയും, ഞാൻ ചീത്ത പറയും, ഒന്നും നോക്കരുത്, അത് അപ്പം വിടുകയും വേണം. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ആ ഒരു സങ്കടത്തിൽ ഇരിക്കരുത്. കാരണം ഞാൻ നിങ്ങൾ
നമ്മളെ കൂടെ കമ്പനി ഇരിക്കുകയും വേണം. ട്രിപ്പ് നല്ലോണം പോകണമെങ്കിൽ ചീത്ത പറഞ്ഞെടുത്ത് ചീത്തയെ പറയണം. അപ്പോൾ അതിൽ മെയിൻ കാര്യം ഇതാണ്, രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങാനുള്ളത്. ഞാൻ ചിലപ്പോൾ ഞാൻ ഗേൾസിന്റെ റൂമിലാണെങ്കിൽ എന്റെ റൂമിലുള്ള എന്നേക്ക് ലേറ്റ് ആവുക. അവസാനം ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളോടും ചൂടാവട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങതായോട്ട്. പിന്നെ വന്നാലും വരത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രിപ്പിന് എങ്ങനെ വെച്ചാല് ഞങ്ങൾ 5 മണിക്ക് ഒരു അലാറം ഉണ്ടോ, 5 മണിക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വേറെ കോർഡിനേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ റൂമും 18-19 റൂം ഉണ്ടാവും. റൂമിൽ പോയി മുട്ടി എല്ലാരും വിളിക്കും. ആ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് ഞാൻ പോകും. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തലകൂടെ വെള്ളം ഒഴിച്ചിട്ടേ തിരിച്ചു വരും. എപ്പോഴും പുറപ്പിനുള്ളിലായിരിക്കും. ഞാൻ വെള്ളം ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കമ്പനിയെ കൊണ്ട് പ്രശ്നമില്ല. ബോയ്സ് ആണ് എണീക്കാൻ മടി. ഗേൾസ് പിന്നെ എണീച്ചാലും ലാഗാണ്. ബാത്റൂം ചിലവരുണ്ട് എന്നും കുളിക്കണം കാശ്മീരിൽ നിന്ന് മണാലിയിൽ നിന്ന്. അതുകൊണ്ട് ടൈം എപ്പോഴും ലാഗാണ്. ഞങ്ങൾ 1/2 മണിക്കൂർ നേരത്തെ, പക്ഷെ ഇതുവരെയ്ക്ക് അറിയാം ഞങ്ങൾ 1/2 മണിക്കൂർ നേരത്തെ പറയുന്നതാണ്. അപ്പൊ അതും കണക്കാക്കിയിട്ട് എല്ലാവരും ഇറങ്ങും. പക്ഷെ ഇപ്പം കുറെയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും യാത്ര എന്ന് പറയുന്നത് മാറിയുണ്ട്. കുറെ ആൾക്കാരുടെ വിഷൻ ഫോട്ടോ വീഡിയോ എടുക്കൽ മാത്രമല്ല, ഞങ്ങൾക്ക് ആ സ്ഥലം പോയിട്ടില്ലെങ്കിൽ മിസ്സാവുന്നുള്ള ബോധമുള്ളതുകൊണ്ട് കറക്റ്റ് ടൈമിന് അങ്ങനെ ഇറങ്ങി വരാറുണ്ട്. കാശ്മീരും മണാലി പിന്നെ അതില്ലാത്തതുകൊണ്ട് സൺസെറ്റ് സൺറൈസിനും പ്രസക്തി. ഡൽഹിയിൽ അതുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടലില്ല, ഞങ്ങൾക്ക് പോലും കിട്ടലില്ല. കാരണം ഡൽഹിയിലെ തണുപ്പും പൊല്യൂഷനും കാരണം ഏർലി മോർണിംഗ് ഒക്കെ എണീക്കുന്ന കാര്യങ്ങളെ കുറച്ച് കട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ. ഈ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്യല്, ബേസില് ഹോസ്റ്റ് ചെയ്യല്, അങ്ങനത്തെ ഒരു ഇത് വരാൻ നേരത്തെ വീട്ടിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് അങ്ങനെ എവിടേക്കും വിടാത്തായിരുന്നു. പിന്നെ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആദ്യം ഇങ്ങനത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യത്തിന് സമ്മതിക്കാം. ഞാൻ ആദ്യം NSS, പാലിയേറ്റീവ് അങ്ങനത്തെ ചാരിറ്റി സംഘടനയിലൊക്കെ വർക്ക് ചെയ്യലുണ്ടായിരുന്നു. അപ്പം വേറെ എന്തിനും ഇപ്പൊ ഫ്രണ്ട്സിനോട് ബീച്ചിൽ വിടൂല, കഫേയിൽ വിടൂല, പക്ഷെ ഇതിനൊക്കെ ഞാൻ പോകണം എന്ന് പറയുമ്പോൾ എതിർപ്പൊന്നും പറയാത്തൊരു ഫാമിലി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ അതിന് പോകട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതുകൊണ്ടാണോ അറിയില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആദ്യം ഉമ്മ അനിയത്തിയൊക്കെ കൂടെ വരുന്നു. ഞാൻ ഇപ്പൊ ഒരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും. ഒരുണ്ടാവും, നമുക്കും അതന്നെയാണ് ഇഷ്ടം. കാരണം അവരുണ്ടെങ്കിൽ സേഫും അതന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പോകില്ല ആദ്യമൊക്കെ. ഈ മറക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ഷാന ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യും, ഒരുപാട് അങ്ങനത്തെ ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എല്ലാ ട്രിപ്പിലും എനിക്ക് ഒരു 4-5 പേര്, ഞാൻ പറഞ്ഞില്ലേ അത്രയും ഫ്രണ്ട് സർക്കിൾ ഒരു ഫാമിലി പോലെ കിട്ടാറുണ്ട്. അപ്പം അതില് ഇപ്പം എന്റെ കൂടെ ഇപ്പം ഇതിന് വന്നവരായാലും അങ്ങനെ കിട്ടിയ ആളുകളാണ്. അപ്പം അങ്ങനത്തെ ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതിൽ മറക്കാൻ പറ്റുന്ന പറയുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു നഫീസുമ്മന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതെ അതെ, നഫീസുമ്മ വന്ന മോളെ കൂടെയാണ് വന്നത്. ട്രിപ്പ് കഴിഞ്ഞിട്ടും അങ്ങനത്തെ ഒരു എല്ലാരും കണ്ടു. ആദ്യം പ്രാവശ്യം ആ വീഡിയോ ഒന്ന് വൈറലായി, പിന്നെ അതൊരു നെഗറ്റീവ് വൈറലിലേക്ക് മാറി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരാള് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടത് അതാണ്. അപ്പൊ അത് തീരെ മറക്കാൻ പറ്റുന്നൊരിതാ. ട്രിപ്പിന് ഫുൾ ടൈം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാനാ ചോദിക്കുന്നത്, നഫീസുമ്മ എങ്ങനെയുണ്ട്? ആ സമയത്ത് മറ്റേ ആ ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണ്, ഏത് മൂഡ് പൊളിമൂഡ് എന്നുള്ള ഡയലോഗ് ട്രെൻഡിങ് ആയിട്ടുള്ള സമയമാണ്. അപ്പം ട്രിപ്പ് തുടങ്ങിയപ്പോഴുണ്ട് ഞങ്ങൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ നഫീസുമ്മ ഡാൻസ് കളിക്കും. എല്ലാത്തിനും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ആദ്യം കുറച്ച് സൈലന്റ് ആയിരുന്നു, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, 40-45 പേര് സ്ട്രേഞ്ചേഴ്സ് ആണ്. പിന്നെ എല്ലാരും മക്കളെ പോലെയാണ് നഫീസുമ്മക്ക്. എല്ലാരും ഇപ്പൊ അവരൊരു 5-6 പേര് ഒരു ടീമായിട്ടായിരുന്നു ട്രിപ്പിനുണ്ടായിരുന്നു. അപ്പൊ അതിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യും, ഒരു ട്രിപ്പിന് ഓരോരുത്തരും വന്ന് എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. അതിന് നഫീസുമ്മയാണ് ആ ട്രിപ്പിൽ ഒരു ഉമ്മ എന്ന് പറയാനുണ്ടായിരുന്ന മെയിൻ ആണ്. അതെ അതെ. അപ്പം നഫീസുമ്മക്ക് മല കയറാൻ ഒരു മടിയുമില്ല. അതുപോലെ തന്നെ മഞ്ഞ് ഇപ്പം ഗ്ലൗസ് ഇല്ലാതെ ആണെങ്കിൽ മഞ്ഞ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോ എടുക്കാനാണ് നിങ്ങൾ അത് എടുക്കുന്നു പറഞ്ഞാൽ എടുക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അന്ന് വീഡിയോ എടുക്കാൻ വരെ നമുക്ക് അവിടെ കയറിയാലോ ചോദിച്ചപ്പോ അതിനെന്താ കയറാലോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ പല ആൾക്കാരും ട്രെക്ക് ചെയ്യാൻ മടിയിട്ട് താഴെ കിടക്കിയിരിക്കുന്നുണ്ട്, 20-25 വയസ്സായവരൊക്കെ. നഫീസ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ കൈ പിടിച്ച മുകളിൽ കയറ്റിയിട്ട് ഞങ്ങൾ വെറുതെ നമുക്കൊരു റിവ്യൂ എടുക്കുമല്ലോ, നമ്മളൊരു ട്രാവൽ കമ്പനി ആകുമ്പോൾ പാക്കേജിന്റെ റിവ്യൂ എടുക്കും. അതേമാതിരി വെറുതെ ചോദിച്ചതാ, ക്യാമറ ഓൺ ആക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ ആയിട്ട് മാറി. അപ്പൊ നമ്മൾ പറഞ്ഞു, വെറുതെ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. നാട്ടിൽ നിങ്ങൾ കൂടെ വരാന്ന്, കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ കൂടെ വരാൻ നിന്നിരുന്നു. അവരോട് എന്തെങ്കിലും പറയാണ്ട് ചോദിച്ചാലാണ് ഇങ്ങനെ ഖദീജ റംല എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളുള്ള വീഡിയോഗ്രാഫർ ഉണ്ട് ഫയാസ്, ഓനാണ് അത് കറക്റ്റ് പാച്ച് ചെയ്ത് എടുത്തത്. ഫീസുമനെ കൊണ്ട് അതൊക്കെ പറയിപ്പിച്ച് കറക്റ്റ്, കാരണം ആ ഒരു ഇമോഷൻ അവിടെ നിന്ന് വന്നൊരു സാധനം അതൊരിക്കലും കാരണം ആ സമയത്ത് മഞ്ഞ് നല്ല കുറവുള്ള സമയം. പക്ഷെ എന്നിട്ടും അവരത്ര ഹാപ്പി ആവണമെങ്കിൽ പല ആൾക്കാരും ഉണ്ട്. മഞ്ഞ് എന്ന് പറയുമ്പോൾ ഇവർ ഭയങ്കര മഞ്ഞൊക്കെ ഏപ്രിലൊക്കെ വന്നിട്ട് ഭയങ്കര മഞ്ഞൊക്കെ എക്സ്പെക്ട് ചെയ്ത് വരും. എന്നിട്ട് കുറച്ച് മഞ്ഞ് കിട്ടുമ്പോൾ കുറച്ച് പ്രശ്നമാവാറുണ്ട്, ഇത്രയേ ഉള്ളൂ മഞ്ഞ്. അപ്പം നമ്മളങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഒരിക്കലും ക്ലൈമറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ കയ്യിലുള്ള കാര്യമല്ല, അവിടെ ഉള്ള ആളുകളുടെ കയ്യിലുള്ള കാര്യമില്ല.
അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ എന്നാലും ചില ആളുകൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ നഫീസ് നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. കിട്ടിയ മഞ്ഞിൽ ആള് നല്ല ഹാപ്പി, അവിടെങ്കിലും എത്താൻ പറ്റിയല്ലോ എന്നുള്ളൊരു കാരണം നല്ല സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാ. മക്കളെ വളർത്താനായാലും പെൺകുട്ടികളാണ്. അപ്പം മക്കള് ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചതാണ്. അപ്പം അവരൊക്കെ വളർത്താൻ നല്ല പാടുപെട്ട് ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളെ ട്രിപ്പ് കൊണ്ടുപോയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്കെന്നൊരു നമ്മളെ കണ്ണ് പറഞ്ഞു പോകില്ല, ഇങ്ങനത്തെ ഒരാളാണല്ലോ വന്നത്, അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയൊരു ഭാഗമായാലും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ആളായിരുന്നു. അതിൽ മോളെയാണ് എടുത്തു പറയേണ്ടത്. കാരണം മോള് പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടീനൊക്കെ വീട്ടിലാക്കി ഉമ്മനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. കാരണം നല്ല ഏജ് ആയിട്ടും ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹം പറയുന്ന അമ്മമാരെല്ലാവർക്കും ഉണ്ടാവും. ഉമ്മമാരായാലും ഇപ്പോഴത്തെ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇപ്പം സ്കൂളിൽ നിന്ന് ടൂർ ആണെങ്കിൽ ഊട്ടി, ബാംഗ്ലൂർ, മൈസൂരൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ നോക്കുന്നില്ല എന്റെ അമ്മ അവിടെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ അമ്മയൊക്കെ ഇവിടെ പോയിട്ടാണോ നമ്മൾ അങ്ങോട്ട് വിടുന്നത്. കാരണം പലരും പോയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നിട്ട് നമ്മളെ വിടുന്നത് അവർക്ക് കിട്ടാത്തൊരു ഭാഗ്യം നമുക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പം വലുതാവുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയോട് ചോദിക്കുക. അവരിങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ പോയാലോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോകുന്നു എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട്, ഇപ്പം അവരെ ഒറ്റക്ക് പോകാൻ പ്രാപ്തരാണെങ്കിൽ ഒറ്റക്ക് വിടുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പാക്കേജിന്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലിന്റെ കൂടെ ഒരുമിച്ചിടുകയാണെങ്കിൽ അങ്ങനെങ്കിലും വിടണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് യാത്രയ്ക്ക് വന്നിട്ട് പല പേരൻസും ഇപ്പൊ അവര് വരെ അവർക്ക് ഇല്ലാത്ത അങ്ങോട്ടും ഉള്ള മുഹൂർത്തങ്ങൾ ഇടുന്നത്. കഴിഞ്ഞ ട്രിപ്പിൽ ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കപ്പിൾ ഡാൻസ് കളിപ്പിക്കും ബസ്സിൽ നിന്ന് വെറുതെ. കാരണം എല്ലാവരും ഉണ്ടാവും, കപ്പിൾസ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, ബോയ്സ് മാത്രം ഗേൾസ് മാത്രം ഉള്ളതുകൊണ്ട് കപ്പിൾസിനെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കും. അപ്പൊ ആ സമയത്ത് ഒരു പാട്ടിട്ടിട്ട് അടുത്തത് ഈ കപ്പിൾസ് ആണ് ഡാൻസ് കളിപ്പിക്കും. അങ്ങനെ 2 ട്രിപ്പ്, കഴിഞ്ഞ ട്രിപ്പല്ല തൊട്ട് മുന്നത്തെ ട്രിപ്പിന് ഒരു കപ്പിൾസ് ഏജ്ഡ് ആയിട്ടുള്ള ഡാൻസ് കളിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ട്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഈ ക്യാമ്പ് ഫയറിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് സംസാരിക്കുന്ന സമയത്ത് വൈഫ് പറയും, ഞാൻ ആദ്യമായിട്ട് മൂപ്പർ ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. അപ്പൊ അങ്ങനത്തെ മൊമെന്റ്സ് കിട്ടുന്നത് യാത്ര എന്ന് പറയുന്നത് ഒരാളെ കംപ്ലീറ്റ് മാറ്റുന്ന ഒരു ഇതാണ്. കാരണം ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവും. ഇവരെ കൂടെ മക്കൾ ട്രിപ്പിന് വരും നമ്മളിവിടെ. എന്താ പറയാ, എൻ്റെ അപ്പന്നെ അതിന് വിടൂല എന്നൊക്കെ പറയും ചോദിക്കുമ്പോ. പിന്നെ ഞാൻ പോയി ചോദിക്കുന്ന സമയത്ത് പറയും ആദ്യമായിട്ട് അങ്ങനത്തെ കാര്യത്തിന് വിടുന്നത്. ട്രിപ്പിന് വന്നപ്പോ പാപ്പ ആകെ മാറിയിരിക്കണ്. കാരണം ഒന്നുകിൽ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഏതൊരാളെയും ഇമോഷൻ മാറ്റാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളായാലും ഇപ്പോൾ നമ്മളൊരു ലൈഫിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളെങ്കിൽ നമുക്ക് യാത്ര പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അതിപ്പോൾ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്. കൂടെ വരുന്നവർ പറയാറുണ്ട് ഓഫീസിലെ സ്ട്രെസ്സിലൊക്കെയാണ് നമ്മൾ വരുന്നത്, അപ്പം അതിന് ഭയങ്കര ഒരു റിലീഫ് കിട്ടി, തിരിച്ച് വീണ്ടും അങ്ങോട്ടാണല്ലോ എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇനി അടുത്ത വെക്കേഷൻ എപ്പോഴാണോ ബ്രേക്ക് എപ്പോഴാണോ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അടുത്ത ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഹോം സിക്നെസ് ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക്, അതെങ്ങനെയാ മാനേജ് ചെയ്യുക? മെയിൻ പ്രശ്നം ഉമ്മനെ കാണണം. ട്രിപ്പിന് വന്നു കഴിഞ്ഞാലുള്ള മെയിൻ കേൾക്കുന്ന ഒരു സാധനമാണ് ഉമ്മനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്, ഇതിനെക്കാട്ടി നല്ല ചിക്കൻ കറി എൻ്റെ ഉമ്മ വെക്കും, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരല്. പിന്നെ ഇവരും ചില ആൾക്കാരുണ്ട് എപ്പോഴും ഉമ്മനെ വിളിച്ചോണ്ടിരിക്കും. കാരണം അങ്ങനത്തെ ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരാളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അതിപ്പോ ഗ്രൂപ്പ് ട്രിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ചില ആൾക്കാരുണ്ട് തൊട്ടങ്ങോട്ടുള്ള സാധനമായിരിക്കും, ഇതിൽ നോക്കിയാൽ മതി ഇത് എവിടെയാന്നുള്ളത് ചോദിക്കും വന്നിട്ട്. അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എത്ര ദൂരം ഉണ്ട്, ഞാൻ പക്ഷെ കയ്യിൽ ഫോണില്ലേ, ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ ഇട്ട് നോക്കുക, അപ്പൊ അതിൽ കാണാം നമുക്ക്. അത് എന്തിനാ ചെയ്യിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളില്ലാതെ ഇവർ വരുന്ന സമയത്ത് ഇവർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ. നമ്മൾ അതേമാതിരി ടാക്സി ഇതൊക്കെ ഒഴിവാക്കി മെട്രോയിൽ കൊണ്ടുപോകും. മെട്രോ എന്താന്ന് ഇവർ പഠിക്കണം, മെട്രോയിൽ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാന്ന് ഇവർ പഠിക്കണം. ഒരു സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞാൽ 4 ഭാഗത്തേക്ക് മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരണം എന്നുള്ളത് ഇവർ പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടീമാക്കിയിട്ടൊക്കെ വിടും. അപ്പൊ നമ്മളെ ബിസിനസിന്റെ ആ ഒരു സാധനം മാത്രമല്ല, വരുന്ന ആളുകളെ എങ്ങനെയൊക്കെ ഒറ്റക്കും യാത്ര ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ള സാധനം ഞാൻ മെയിനായിട്ട് നോക്കാറുണ്ട്. കാരണം ഒരിക്കലും ഒരു പ്രാവശ്യം ഗ്രൂപ്പിന്റെ കൂടെ യാത്ര ചെയ്താലും അടുത്ത ഗ്രൂപ്പിന് വന്നോളുന്ന ഒരു നിർബന്ധമില്ല. കാരണം അവർക്ക് മനസ്സിലായി എങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവരങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം, ഈ യാത്രയിൽ നിന്ന് നല്ല നല്ല ഇൻഫർമേഷൻസ് കിട്ടണം. അപ്പൊ അത് നമ്മൾ നല്ലോണം പഠിപ്പിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ഈ യാത്രയിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? അത് തിരിച്ചറിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കോളേജിൽ NSSൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് NSSന് ക്യാമ്പുകൾ ഉണ്ടാവും. അപ്പൊ ഈ ആദ്യം തുടങ്ങിയത് ക്യാമ്പ് 2 ഡേ ക്യാമ്പുകൾ. അപ്പൊ NSS ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്രിസ്മസ് വെക്കേഷൻ 10 ഡേ ക്യാമ്പ്. ഞാൻ JDTയിലായതുകൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഇതിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ 3 കൊല്ലം ക്യാമ്പ് ഉണ്ടാവും. ഒരു കൊല്ലം ശരിക്കും പോകാൻ പറ്റും. ഞാൻ 3 വർഷം ക്യാമ്പിന് പോയിട്ടുണ്ട്. ഫസ്റ്റ് ക്യാമ്പറായിട്ട് പോയി, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ കൊണ്ടുപോകും. അങ്ങനെ ആണ് ബാക്കി 2 ക്യാമ്പ്. അപ്പം പിന്നെ ചെറിയ 3 ഡേ ക്യാമ്പിനൊക്കെ പോയിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയൊരു കാര്യം വെച്ചാൽ ഈ ക്യാമ്പ് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്നൊരു
ഇമോഷണൽ ബോണ്ടും ആ ക്യാമ്പ് നമുക്ക് വരുന്ന പല മാറ്റങ്ങളുണ്ട്. കാരണം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, സ്റ്റേജ് ഫിയർ മാറും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും. കാരണം ഈ തീരെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നം തന്നെ, അത് നമ്മളെ ജോലിനായാലും നമ്മളെ കരിയറിനായാലും നല്ല ബാധിക്കും. അപ്പം അതിനൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാം നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് എന്തുകൊണ്ട് സ്ട്രേഞ്ചേഴ്സിനെ വെച്ച് ചെയ്തുകൂടാന്ന് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് വന്നൊരു തോട്ടാണ് ഡിഗ്രി കഴിഞ്ഞ് കൊറോണ ഒന്ന് ഒതുങ്ങിയ സമയത്താണ് നമ്മൾ ക്യാമ്പ് വെച്ചത്. ഭയങ്കര ടെൻഷനിൽ തുടങ്ങിയൊരു സാധനമാണ്, ഗേൾസ് ഓൺലിയാണ് ആദ്യം വെച്ചത്. അപ്പം അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്ട്രേഞ്ചേഴ്സ് ആയാലും ഇതായാലും ആൾക്കാർക്ക് തുറന്നു പറയാൻ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഓപ്പൺ ആവും, ആൾക്കാരെ കുറെ പ്രശ്നങ്ങൾ മാറും. പിന്നെ എന്താ പറയാ, ഒറ്റക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒക്കെ പോകണം, പക്ഷെ ഒറ്റക്ക് പോകാനും പറ്റില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഒറ്റക്കാണെങ്കിൽ വിടൂല, പക്ഷെ ഒറ്റക്ക് വീട്ടിൽ നിന്ന് പോയിക്കോ വേറൊരു ടീമിന്റെ കൂടെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട്. പെൺകുട്ടികളെ ക്യാമ്പുകൾ, ഗേൾസ് ഓൺലി ക്യാമ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറെ ഗേൾസ് ഉണ്ട് ഇങ്ങനെ ഏതെങ്കിലും ടീം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത്, അവരുടെ കൂടെ മാത്രം പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കോളാം എന്നുള്ള ഇതാണ് സത്യം പറഞ്ഞാൽ NSS ക്യാമ്പ് എന്നാണ് ഈ ഒരു തോട്ട് വന്നത്. ഇപ്പൊ ആളുകൾക്കൊന്നും സംസാരിക്കാൻ സമയമില്ലല്ലോ, അങ്ങനത്തെ സാഹചര്യത്തിലാണ് കേൾക്കാനും അറിയില്ല, പറയാനും അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ചുറ്റുപാട്. ബേസിക്കലി റീൽസ് കാണല്, അതിലാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ട്രാവലുകളിൽ ആ സാധനത്തെ വിട്ടുമാറുന്ന ആളുകളെ നേരിട്ട് കാണാറില്ലേ? അതെ, ഈ ഫോണിൽ ഇപ്പം ഞാനായാലും എപ്പോഴും ഫോണിൽ എന്നുള്ളൊരു സംഭവമാണ് ഉണ്ടാവുക. പക്ഷെ പുതിയ ആളുകൾ നമുക്ക് കിട്ടുമ്പോൾ അവരെ പഠിക്കാനും അവരെങ്ങനെയാണ്, കാരണം നമ്മൾ വിചാരിക്കും നമ്മളെ ലൈഫാണ് ഏറ്റവും പ്രശ്നമുള്ള ലൈഫ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളാണെന്ന് വിചാരിക്കുന്ന ഒരു സമയത്തായിരിക്കും നമുക്ക് കുറെ ആൾക്കാരെ ഇങ്ങനെ കിട്ടുക. ഇപ്പം ഒരു ട്രിപ്പിന് വന്ന ഒരാളാണെങ്കിലും അവരും ഭയങ്കര ലോ ആയിട്ടുള്ള സമയത്താണ് അധികം ആളും ഇങ്ങനത്തെ ഗ്രൂപ്പ് പാക്കേജിന് എപ്പോഴും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആളുകളാണ് അധികവും കൂടുതലായിട്ടും ചൂസ് ചെയ്യല്. ചിലവർ ഭയങ്കര ഡ്രീമായിട്ട് പാഷനായിട്ട് വരുന്നവരുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ക്യാമ്പ് ഫയറിന് ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും നമ്മൾ ഓപ്പൺ അപ്പ് ആവാൻ പറയാറില്ല, കാരണം അത് ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസ് ആണ്. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ പറയും, കാരണം വേറെ ആൾക്ക് അതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് തിരിച്ച് പറയും. അപ്പൊ അവർ പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ബാക്കിയുള്ളവരെ, ഈവൻ ഞാൻ വരെ ഞെട്ടാറുണ്ടാവും. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്, നമ്മളെ പ്രശ്നങ്ങളൊക്കെ ചെറുതാണ്. അപ്പൊ അതൊക്കെ തോന്നുമ്പോൾ തന്നെ ആൾക്കാരുടെ മാറ്റം വരും. ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും, അവർ നമ്മളെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്നവരാണ്, നമുക്ക് ആ സ്റ്റേജ് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ചോദിച്ച പോലെ തന്നെ പലരും ട്രിപ്പ് തുടങ്ങുമ്പോൾ ഇതേപോലെ ട്രെയിനിന്നൊക്കെ ഫോണായിരിക്കും. പിന്നെ പരിചയമായി കഴിഞ്ഞാൽ ഫോണൊന്നും വേണ്ട, എല്ലാവരും ട്രെയിനിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് എല്ലാവരും യൂനോ കാർഡൊക്കെ ആണെങ്കിൽ കളിക്കുക യൂനോ കാർഡ് എന്നുള്ള നടക്കുക അടിപിടിയാണ്. അന്താക്ഷരി, ഡംഷറാഡ്സ്, ഇതൊക്കെ ഇടുന്നത് ചില ഗെയിമിനോടുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് കമ്പനിയാക്കാന്നുള്ളൊരു സാധനത്തിനാണ് ഈ ഗെയിംസ് ഒക്കെ ഇടുന്നത്. ഞാൻ ഓരോരുത്തരെ പഠിക്കൽ ഇങ്ങനത്തെ ഓരോ ഗെയിംസ് ഇടുമ്പോൾ റിയാക്ട് ചെയ്യുമല്ലോ, കാരണം മിണ്ടാതിരിക്കുന്ന ഒരാളായിരിക്കും ഇങ്ങനത്തെ ഗെയിമൊക്കെ വരുമ്പോൾ തിരിച്ചല്ലോ പറയാം. അപ്പം ഞാൻ നോട്ട് ചെയ്യുക ഇന്ന ആള് അത്യാവശ്യം സംസാരിക്കുന്ന ആളാണ്. പിന്നെ തീരെ സംസാരിക്കാത്ത ആൾക്കാർ ഉണ്ടാവും ട്രിപ്പിന്, അവരായിരിക്കും ശരിക്കും തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുക. കാരണം ഓല ആദ്യം പറയാം എനിക്ക് വരാനൊരു താല്പര്യമില്ലാതെ വന്നാണ്. കഴിഞ്ഞ ആപ്പിൾ സീസണിൽ നമ്മളെ കൂടെ ഒരു ബോയ് വന്നിട്ടുണ്ടായിരുന്നു, ഓനെ ഹനാൻ എന്ന പേര്, അവൻ കാണുന്നുണ്ടാവും. ഓന്റെ ഉമ്മ ഉന്തി വിട്ടത്, ഓനൊരു താല്പര്യമില്ല വരാൻ. പോകുമ്പോ തന്നെ ട്രെയിൻ ഓനെ പറഞ്ഞു. എല്ലാരും എന്തുകൊണ്ടാ വന്നെന്നുള്ള റീസൺ ഒക്കെ പറയാം. പറയാൻ എനിക്ക് വരാനൊരു താല്പര്യമില്ല, എന്റെ ഉമ്മ എന്നെ ഉന്തി വിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ആകെ എന്തോ പോലെ ആയിപ്പോയി. കാരണം നമുക്കൊരു ഇതാണല്ലോ, ഞാൻ വെച്ച് പടച്ചോനെ ഈ ട്രിപ്പിലുള്ള വള്ളി റെഡി ഞാൻ സത്യം പറഞ്ഞു. കാരണം ഒരു ട്രിപ്പിന് ഒരു വള്ളി മതി, ഈ ട്രിപ്പ് മൊത്തം കൊളാവാൻ. അപ്പൊ ഞാൻ ഈ ട്രിപ്പിലേക്കുള്ള വള്ളി എന്ന് വിചാരിച്ച് നിൽക്കുക. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഓൻ്റെ അടുത്തേക്ക് ഞാൻ ഓവർ ഇതാക്കാനും പറ്റില്ല, ഞാൻ അങ്ങനെ ഓനെങ്ങനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ഓൻ എല്ലാവരും മെല്ലെ കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ ഒരു കാശ്മീർ എത്തിയ സമയത്ത് കറക്റ്റ് എല്ലാ പണിയും കിട്ടുന്നവനാ. ഓന്റെ വാച്ച് മിസ്സായി, ഡൽഹിയിൽ നിന്ന് ഓൻ്റെ ബാഗ് മൊത്തം റൂമിൽ വെച്ച് മറന്നു, അതാരോ കൊണ്ടുപോയി. അതിൽ വാച്ച്, ഡ്രസ്സ്, ഓനിടാനുള്ള എല്ലാം ഉണ്ട്, ഓനൊന്നുമില്ല കാശ്മീർ ഇടാൻ. അപ്പൊ ബോസിന്റെ അടുത്ത് വന്നു, ഇങ്ങനെ ശാന്ത അങ്ങനെ പറ്റി, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ഡേ കാശ്മീർ ലോക്കൽ സൈറ്റ്സിന് ഇറങ്ങിയ സമയത്ത് ഞാൻ എന്താക്കി, ഞാനും ഓനും ഒരു ലൊക്കേഷനൊക്കെ ഭയങ്കര മാളിൽ ഇറങ്ങി. നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ വന്നോളായിരുന്നു. ആ ഒരു ഡേ ഓന്റെ കൂടെ ഷോപ്പ് ചെയ്യാനൊക്കെ പോയി, ഓനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി, ഞങ്ങൾ നല്ല കണക്റ്റഡ് ആയി. അങ്ങനെ പോയ സമയത്ത് കുറെ ഇൻസിഡൻസ് ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ഉണ്ട്, ഇപ്പോഴും ഞാനത് ഇടയ്ക്കെടുത്ത് നോക്കും. ഈ ട്രിപ്പിന് നിങ്ങളെക്കാട്ടി ഒക്കെ ഏറ്റവും കൂടുതൽ ഒരാള് ഉമ്മ പറഞ്ഞു വിട്ടിട്ട് ഇഷ്ടമില്ലാതെ വന്നൊരാളാണ് ഞാൻ. പക്ഷെ ഓനെ കണ്ണ് നിറഞ്ഞോണ്ടാവും പറയുന്നത്. ഞാനിത് വന്നിട്ടില്ല, എനിക്ക് ഭയങ്കര നഷ്ടാവുന്നു. അത്രയും അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് നിങ്ങളൊക്കെ വിട്ടു പോണേനാണ് ഇപ്പൊ ബുദ്ധിമുട്ടുന്നത്. അപ്പം അങ്ങനെ വന്ന ഒരാളെ കൊണ്ട് ഭയങ്കര ഇൻട്രോവേർട്ടാ. ആ ഇൻട്രോവേർട്ടുള്ള ആള് എനിക്കിപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കും,
എന്നെ ബയ്യാന്ന് വിളിക്കുക. അത് ഞങ്ങളൊരു ഓട്ടോയിൽ പോണ സമയത്ത് ഒരു മെഡിസിൻ വാങ്ങണ്ടായിരുന്നു, മൂപ്പര് നിർത്തി തരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബയ്യാ പ്ലീസ് ബയ്യാ, ഫോണിനായി പറഞ്ഞ് കളിയാക്കുന്ന. അപ്പൊ അങ്ങനത്തെ ഓരോ ഇത് കൂടെയാണ് ഓരോ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, അത് കൂടെയാണ് ഇപ്പോഴും ഇപ്പൊ എന്തെങ്കിലും ഞാൻ Q&A ഇടുമ്പോ സമയത്ത് ഉണ്ടാവും ബയ്യാന്ന് വിളിച്ച് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സമയം ഓർമ്മ വരും. ഫോനൊക്കെ അങ്ങനെ മറക്കാൻ പറ്റൂല. അങ്ങനെ വന്ന ഒരാള് പക്ക ഇൻട്രോവേർട്ടായിട്ട് വന്ന ഒരാള്, സംഭവം ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ സ്ട്രേഞ്ചേഴ്സിനോട് അവന് കമ്പനി ആവില്ല. കമ്പനി ആയി കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ട് വേണം, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ വരുന്നത് പിന്നെ എനിക്കൊരു ഇഷ്ടമായി തുടങ്ങി. അതെ ഇച്ചിരി അങ്ങനെയുള്ളവരുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു രസം ഉണ്ടാവും, അതിൽ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടാൻ തുടങ്ങി. അതെ. ഈ ഇപ്പൊ നിങ്ങളൊരു ടീമായിട്ട് ഫോം ചെയ്ത് എങ്ങനെയായിരുന്നു? ഇപ്പൊ എന്തായാലും ഒരു ടൂർ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരാളെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സംഗതിയല്ല, അതിന്റെ ഒരു ടീം ഫോം ഈച്ചു അടക്കമുള്ള ആളുകൾ വരികയും അതെങ്ങനെയായിരുന്നു ഒരു ഫോർമേഷൻ? ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു കമ്പനി ഉണ്ടായിരുന്നു ക്യാമ്പിംഗ് പേ കലക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ 2020-21 സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 5 പേരാ തുടങ്ങിയത്. ഡിഗ്രി നമ്മൾ പഠിച്ച 4 പേര് ഞങ്ങൾ യൂണിയൻ മെമ്പേഴ്സ് ആയിരുന്നു കോളേജിൽ. അപ്പൊ യൂണിയനിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഏതായാലും കയറൂല. അപ്പൊ യൂണിയൻ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഒരാൾ നമ്മളെ ജൂനിയർ, അവൻ ആർട്ടിസ്റ്റാ. അപ്പൊ ഞങ്ങൾ 5 പേരാ തുടങ്ങുന്നത്. അപ്പൊ ഞങ്ങളാണ് ഇപ്പം ഇതില് ഒന്നും അറിയാത്തതെന്ന് എന്തൊക്കെ ചെയ്യണം അത് എന്നൊക്കെ പഠിച്ചു വന്നത് അവരുടെ കൂടെയാണ്. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് അറിയാം അപ്പൊ എന്തൊക്കെയാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ റോളാ. അപ്പൊ അവര് ഒരു സമയമായ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ നല്ല പ്രഷർ വന്നു. ഒരാൾ UK പോയി, ഒരാള് ബഹ്റൈനിൽ ഇപ്പൻ്റെ അടുത്തേക്ക് പോയി, ഒരാൾ ദുബായി പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ 2 പേര് മാത്രമേ. ആ സമയത്ത് ഞാൻ നല്ല ഡൗൺ ആയി. കാരണം ഞാൻ അത് തുടങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എവിടെയും വിടാത്തോണ്ട് ഓരോ കൂടെ എവിടെയെങ്കിലും ട്രിപ്പ് പോകാലോ എന്നുള്ളൊരു ഇതാണ്. കാരണം ബിസിനസ് ആയാലും നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ. അതിന് സത്യം പറഞ്ഞാൽ പ്രോഫിറ്റ് എന്നുള്ളൊരു ബേസിലേ തുടങ്ങിയതല്ല, നമുക്ക് എൻജോയ് ചെയ്യാലോ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാലോ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം കൂടി ഞാൻ നല്ല ഡൗൺ ആയി. പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കുറച്ച് അങ്ങനെ ചെയ്തു വരുന്ന സമയത്താണ് ഈ ഒരു 3.5 വർഷം മുന്നെയാണ് ഈച്ചുവിനെ പരിചയപ്പെടുന്നത്. ഹനാനെ ആദ്യം അറിയായിരുന്നു. ഹനാന്റെ മറ്റേ മുസ്തഫ പാട്ടില്ലേ, ആ പാട്ട് നമ്മൾ ക്യാമ്പൊക്കെ വെക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ ക്യാമ്പ് വെക്കുന്ന സമയത്ത് ഇവര് വന്നിട്ട് അങ്ങനെ പരിചയമായി. ഹനാനെ നമ്മളൊരു ഫെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വയനാട്. ഒരു 200-250 പേര്. അപ്പൊ അതില് പാട്ട് പാടാൻ വേണ്ടി ഹനാനെയും ടീമിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത്. അപ്പൊ അന്നാണ് മുമ്പ് ആ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ ഫുൾ ടീം ഉണ്ടായിരുന്നു. അവര് ഇപ്പോഴുള്ള ടീം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവര് മൊത്തം ഫാമിലി ആയിട്ടാണ് വന്നത്. ഈച്ചു അഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈച്ചുവിനെ ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ അവിടുന്ന് ഈച്ചുവിനെ കണ്ട് പരിചയപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റോറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ ഒക്കെ അയച്ച് പിന്നെ ഇങ്ങനെ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കും. അവൻ ആ സമയത്ത് 10th പഠിക്കുക. അപ്പോൾ അവന്റെ 10th വെക്കേഷൻ ആയ സമയത്ത് റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ടൊക്കെ ചോദിച്ച് മെസ്സേജ്. പിന്നെ അങ്ങനെ അവൻ കോഴിക്കോടൊക്കെ വരുന്ന സമയത്ത് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്പനിയായി. പിന്നെ അവൻ്റെ ക്യാമ്പിനൊക്കെ ഒരു പ്രാവശ്യം വരണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. പിന്നെ എൻ്റെ കൂടെ ക്യാമ്പിനൊക്കെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾ മേഘാലയ പോയി. അവൻ ഈച്ചു ആദ്യം ഒരു ഫ്ലൈറ്റ് കയറുന്നത് നമ്മളെ കൂടെ. ഞങ്ങൾ മേഘാലയ പോയി തിരിച്ചു വരുന്ന ഫ്ലൈറ്റിനാണ്. അപ്പൊ അതാണ് അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര പേടിയായിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. അവനിപ്പം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാറില്ല, അതാണ് ഇപ്പൊ അവസ്ഥ. അപ്പം ആ സമയത്ത് വരുന്ന സമയത്ത് അവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമായി ഇത്. അവനിങ്ങനെ ആഗ്രഹമുണ്ട്, കുറെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, ഹോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്ന പോലെ ഹോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഇഷ്ടമാണ്. ഇങ്ങനെ തുടങ്ങി. ആയിക്കോട്ടെ ഈ തുടങ്ങിക്കോ. കാരണം ഞാനും ഒരു അനിയന്റെ മാതിരിയാണോ, അനിയന്റെ പോലെ എന്നല്ല അനിയൻ തന്നെയാണ്. അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യലുണ്ട്. അപ്പൊ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഈ തുടങ്ങി ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓനിങ്ങനെ എന്നാ തുടങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പേരും കാര്യങ്ങളൊക്കെ നോക്കി. അവന് ഹനാനോട് പറഞ്ഞു. അപ്പൊ ഹനാനും പറഞ്ഞ് തുടങ്ങിക്കോ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹനാന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ പേരിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആട്ടും ഇങ്ങോട്ടും കുറെ ഓടി. അങ്ങനെ പേരും കാര്യങ്ങളും അവസാനം ഈ പ്ലാൻ ടു ഗോ എന്നുള്ള പേര് കുറെ പേരിന്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ഒരു ട്രാവൽ മീറ്റിന് പോയി വരുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു പ്ലാൻ ടു ഗോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ കുറെ പേര് കേട്ടോണ്ടാണല്ലോ പേര് ഞങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് ആയില്ലേ. കുഴപ്പമില്ല നമുക്ക് നോട്ട് ചെയ്ത് തരാറുണ്ട്. അവസാനം ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി പ്ലാൻ ടു ഗോയിൽ ഉറപ്പിച്ചു. അങ്ങനെ തുടങ്ങി. സത്യം പറഞ്ഞാൽ അപ്പോഴും ഞാനിതിലില്ല, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും തുടങ്ങി പറഞ്ഞ. പിന്നെ തുടങ്ങി ഇത് ആയ സമയത്ത് ഞാൻ പറഞ്ഞു അപ്പൊ എന്നാലും ഇങ്ങനെ അടുത്ത ക്യാമ്പ് ഇവിടെ വെച്ചോന്ന് പറയാം. വെച്ചോ നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യണോ ചോദിച്ചാൽ പറഞ്ഞു ഒരുമിച്ചോ. അപ്പൊ എന്റെ കമ്പനി വെച്ച് അങ്ങനെ പറയല്ലേ നിങ്ങൾ ഇതിൽ കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പാർട്ട്നേഴ്സായി. 2 പേരുമാണ് പ്ലാൻ ടു ഗോ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണത്. ഇപ്പൊ കുറച്ച് തിരക്കിലാണ്. ഇപ്പൊ ഏകദേശം ഒരു 5-6 മാസം ട്രിപ്പിനൊന്നും വരാറും ഒന്നുമില്ല, നല്ല തിരക്കിലാണ്. കാരണം ഓരോ ഷോവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഇതിൽ പോയോണ്ടിരിക്കുകയാണ്. കാരണം ഒരു കരിയർ ആണല്ലോ വേറൊരു. അപ്പൊ അതൊക്കെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇപ്പം ഞാനിങ്ങനെ മാനേജ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. ഈ നമ്മുടെ ഇപ്പം ഇതിന്റെ റവന്യൂ സോഴ്സ് എങ്ങനെയാണ്?
ബേസിക്കലി നിങ്ങൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ ഇപ്പൊ അതിൻ്റെ അകത്തൊരു മെയിൻ കാര്യം ഷാന ബേസിക്കലി ഈ ആളുകളിലൊക്കെ ആയിട്ട് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ട് വരികയാണല്ലോ, പിന്നെ അവരോട് പൈസയും ചോദിക്കണം. അപ്പൊ അതെങ്ങനെ ഡിഫിക്കൽട്ട് അല്ലേ? നല്ലൊരു ചോദ്യാ. എന്താ വെച്ചാല് നമ്മള് ട്രിപ്പ് പോകുന്നതിന് മുന്നേ ഒരു വർഷത്തോളം ഞാൻ തന്നെ ആയിരുന്നു എൻക്വയറി, മാർക്കറ്റിംഗ്, എന്തൊക്കെ ഉണ്ടോ ഒരു കമ്പനിയുടെ എല്ലാ കാര്യം ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ ആദ്യം ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് പേയ്മെന്റ് വാങ്ങണം. പേയ്മെന്റ് വാങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ ലേറ്റ് ആവും. ലേറ്റ് ആവുന്ന സമയത്ത് അയക്കി ഇതേ ആൾക്കാർ നമ്മൾ ട്രിപ്പിന് വരുമ്പോൾ കാണണല്ലോ. അപ്പൊ ചില ആൾക്കാർ 1-2 ആൾക്കാർ ചിലപ്പോൾ റേസ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഞാൻ തലേന്ന് രാത്രി വിളിച്ചു പറയും, ഒരു കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, നാളെ വന്നിട്ട് അത് വിചാരിച്ചിട്ട് മുഖം കാണിപ്പിച്ച് നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വിളിച്ചു തരും. ചില ആൾക്കാർ ട്രിപ്പിന് വന്നിട്ട് ഇങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞത് ഈ ഒരു അവസ്ഥയുണ്ട്. ഞാൻ പറയും അത് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസേ ചെയ്യണില്ല, അതൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യുക, ആ ഒരു ഇതിലേക്ക് മാറും. റവന്യൂവിന്റെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഞങ്ങളൊരു ഇതെന്താ വെച്ചാൽ ശരിക്കും എല്ലാ ടീമായാലും ഒരാളോ മിനിമം 2 പേരൊക്കെ ഒരു ട്രിപ്പിന് പോകും. ഞങ്ങൾ 5-6 ആളൊക്കെ ഒരു 40-45 ആളെ കൂടെ പോകും. അതാണ് ഞങ്ങളെ മെയിൻ പ്രശ്നം. ഞങ്ങൾ അവിടെ നോക്കുക, ട്രിപ്പിന് പോണ സമയത്ത് എല്ലാരെയും നോക്കാൻ ആള് വേണം. വരുന്നവർക്ക് നമ്മളൊരു ടീമിന്റെ പവർ കാണിക്കണം. ഞങ്ങൾ വൈബായി നിന്നാലേ അവർക്കും വൈബ് ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങളുണ്ടൊരു ഞങ്ങൾ 4-5 ആള് പോകും. പോയി കഴിഞ്ഞാൽ ഇപ്പം വരുന്ന ആൾക്കാർ ഇപ്പൊ കോർഡിനേറ്റേഴ്സ് ഒരു കമ്പനി വെച്ച് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെ സ്റ്റാഫ് ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. ട്രിപ്പ് കോർഡിനേറ്റേഴ്സ് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനായാലും അങ്ങനത്തേനായാലും ഒരു പിശുക്കും കാണിക്കില്ല. അപ്പൊ തിരിച്ചു വരുന്ന ബില്ല് നോക്കുമ്പോൾ ഞങ്ങളെ റവന്യൂ ഒക്കെ ഏകദേശം കണക്കായിട്ട് വരും. പക്ഷെ നമുക്ക് ഒരു പ്രശ്നമില്ല. ഒരു ട്രിപ്പ് ഹാപ്പി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാ. പക്ഷെ അങ്ങനല്ല, റവന്യൂ ഉള്ള ട്രിപ്പ് ഉണ്ട്. ചില ഇതില് ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ഒന്ന് കൈമെന്ന് പോവാറുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഹോസ്പിറ്റൽ കേസാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് അതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരു ബിസിനസ് ആകുമ്പോൾ എപ്പോഴും നഷ്ടം ഉണ്ടാവും, ലാഭമുണ്ട്. ലാഭമുള്ള ട്രിപ്പുകളും ഉണ്ട്, ഇതേപോലെ നഷ്ടമുള്ള ട്രിപ്പുകളും ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു സത്യം പറഞ്ഞാൽ ആളുകളാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ എന്താ പറയാ, നല്ല ഫ്രണ്ട്സിനെ കിട്ടിയത് ഒന്ന് കോളേജ് ടൈമിലും പിന്നെ ഈ ട്രിപ്പിന് വരുന്ന നല്ല ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പറയാം, ഫ്രണ്ട്സിനെക്കാട്ടും എനിക്ക് കുറെ അനിയന്മാര് അനിയത്തിമാര്, അതിപ്പോ ഏജ് കൂടുതലായാലും എനിക്ക് അനിയനും അനിയത്തിയും പോലെയാണ്. എല്ലാവർക്കും ശാന്ത 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 എന്നുള്ളൊരു സാധനം ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും അനിയൻ അനിയത്തി എന്നുള്ളൊരു സാധനമാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, യാത്ര ചെയ്യണം എന്നൊക്കെ. പക്ഷെ പലതും ഒരുമിച്ച് വന്നാൽ മാത്രമേ സമയവും പൈസയും എല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രമേ ഒരു യാത്ര പോസിബിൾ ആവുള്ളൂ. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഷാന നോക്കി കാണുന്നത്? ഇതിലിപ്പം കുറെ പേര് പറയാറുണ്ട് എപ്പോഴും, നമ്മൾ ഇങ്ങനെയൊക്കെ പൈസ സേവ് ചെയ്തിട്ടാണ് ഈ ട്രിപ്പിന് വന്നത്, അപ്പം ഇന്ന ഇതാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പൈസന്റെ കാരണം കൊണ്ടോ സമയത്തിന്റെ കാരണം കൊണ്ടോ അതൊരിക്കലും മാറ്റി വെക്കരുത്. പിന്നെ യാത്ര എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും പൈസനെക്കാട്ടും അതിന് വേണ്ടത് ആരോഗ്യമാണ്. അപ്പൊ നമുക്ക് പൈസ വരുന്ന സമയത്ത് ചിലപ്പോൾ ആരോഗ്യം ഇതേപോലെ സമയമൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പഠിക്കുന്ന സമയത്ത് വെക്കേഷനിലോ അല്ലെങ്കിൽ ലീവ് എടുത്തിട്ടാണെങ്കിലും ശരിക്കും യാത്ര ചെയ്യണം എന്നാണ്. കാരണം യാത്രയിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് കിട്ടാനുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ശമ്പളം ഇതിന് തികയുന്നില്ല എന്നാ. പക്ഷെ നിങ്ങൾ മാസത്തിൽ കിട്ടുന്നൊരു 100 രൂപ മാറ്റി വെച്ചിട്ടായാലും സ്ഥലത്തിന്റെ വലിപ്പം നമ്മൾ പറയുന്നില്ല. അതിപ്പോ അടുത്തൊരു സ്ഥലമായാലും ഏതൊരു ചെറിയ യാത്രയാണെങ്കിൽ ചെറിയ യാത്രയിൽ നിന്നാണ് നമുക്ക് വലിയ യാത്ര പോകാനുള്ളൊരു പ്രചോദനം വരുന്നത്. അപ്പം പൈസയും അതുപോലെ തന്നെ സമയവും കാരണം ആരും യാത്ര ചെയ്യാതിരിക്കരുത്. ആരോഗ്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 10 വയസ്സായാലും 20 വയസ്സായാലും ഇപ്പം നിലവിൽ 40 വയസ്സുള്ള ആളാണെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ ഒരു യാത്ര പ്ലാൻ ചെയ്യുക, യാത്ര പോവുക, എന്നിട്ട് അടുത്ത യാത്രക്കുള്ള തയ്യാറെടുപ്പ് ആ യാത്രയിൽ നിന്ന് ചെയ്യാം. ഷാനയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എന്നോട് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് എവിടെ പോകാനാണ് ഭയങ്കര ആഗ്രഹം. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇന്ന സ്ഥലത്ത് ട്രിപ്പ് പോകണം അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ പോയാൽ കൊള്ളാമെന്നുണ്ടെന്നുള്ള ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്ത്. കാരണം നമ്മൾ ട്രിപ്പിന് വരുന്ന ഓരോരുത്തർ മണാലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ പറഞ്ഞാൽ അവരുടെ ഡ്രീമാണ്, വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ച് വരുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ എനിക്കില്ല. പക്ഷേ എനിക്കിങ്ങനെ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഇപ്പോൾ ഇൻ്റർനാഷണലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇന്ത്യൻ്റെ പുറത്തേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യം സൗദിയിൽ പോകണം, ഉംറക്ക് പോകണം എന്നാണ് ആഗ്രഹം. അപ്പം അത് പോയിട്ട് ഇൻഷാ അള്ളാ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇന്റർനാഷണൽ പോകണമെന്ന് ആഗ്രഹം. അപ്പം ഇപ്പം നിലവിൽ ഭയങ്കരമായിട്ട് ഇപ്പം നിങ്ങൾ ഇന്ന് ചോദിച്ചോട്ട് പറയാണ്, ഇപ്പം നിലവിൽ ഞാൻ പോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലം ഉംറക്കാണ്. അതെ, ഞാൻ ചിലപ്പോൾ ഒരു 10-15 ദിവസം ഇൻഷാ അള്ളാ പോകാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പം ഷാനിത അടിപൊളി.